ഹായ്. അപ്പോൾ ഇന്നത്തെ ഒരു ഷോർട്സ് വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സംസാരിക്കുന്ന വിഷയം തന്നെയാണ്. കുട്ടികളുടെ പ്രണയം അല്ലേ, നമ്മൾ അറിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളൊരു സബ്ജക്റ്റ് ആണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു സിറ്റുവേഷൻ പറയാം. അതായത് നമ്മുടെ കുട്ടി വളരെ ടോപ്പറായിട്ട് പഠിക്കുന്ന വളരെ നല്ല അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള ഒരു മോളാണ്. അപ്പോൾ ഒരു 10ാം ക്ലാസ് ഒരു 10-12 വയസ്സ് വരെ 13-14 വയസ്സ് വരെയൊക്കെ വളരെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് സംസാരിക്കുന്ന, വളരെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലായിടത്തും സംസാരിക്കുന്ന, സ്നേഹമുള്ള ഒരു കൊച്ച് നന്നായിട്ട് പഠിക്കും, അവളുടെ കാര്യങ്ങളൊക്കെ നോക്കും, അങ്ങനെ മിടുക്കിയായിട്ട് നമുക്കൊക്കെ വളരെ പ്രൗഡായിട്ടാണ് നമ്മുടെ കുട്ടി വളർന്നു വരുന്നതെന്ന് വെച്ചോളൂ. അപ്പോൾ പെട്ടെന്ന് ഒരു 15ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ കാണുന്നുണ്ട്, ഇങ്ങനെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഈ കുട്ടി അയക്കുന്ന മെസ്സേജോ അല്ലെങ്കിൽ ആ ഇഷ്ടമാണോ എന്നുള്ള ചോദ്യത്തിന് യെസ് എന്നുള്ള മറുപടിയോ എന്തെങ്കിലും നമ്മൾ ഫോണിൽ കാണുകയാണെങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എന്തു വേണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചോദ്യം. അപ്പോൾ നിങ്ങൾ ദയവായി ഈ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ, ഇങ്ങനൊരു സിറ്റുവേഷനിൽ പെട്ടുപോയാൽ പാരൻസ് നമുക്ക് എങ്ങനെ പെരുമാറണം? കാരണം നമ്മൾ മാനസികമായിട്ടങ്ങ് തകർന്നു പോകും. നമുക്ക് നമ്മുടെ എല്ലാം നമ്മളെ കുട്ടികളാണ്. അപ്പോൾ ഇത് ഒരു നല്ല ബന്ധമാണോ, ഇനി ആരെങ്കിലും കുട്ടിയെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ, ഇനി ഈ പറഞ്ഞ പയ്യൻ മയക്കുമരുന്നിനോ വേറെ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം ഉണ്ടോ, ഇത് പ്രോപ്പറായിട്ട് ആരെന്ന് പോലും നമുക്കറിയില്ലല്ലോ. അപ്പോൾ കൊച്ച് യെസ് പറയുകയും ചെയ്തു, അപ്പോൾ നമ്മുടെ അടുത്ത് ഇത് ഒളിച്ചു വെച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. അച്ഛനും അമ്മയൊക്കെ മാനസികമായിട്ട് തകർന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അല്ലേ. ഇതെങ്ങനെ ഡീൽ ചെയ്യണം എന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ നമ്മുടെ മകള് കുഞ്ഞു വാവയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ ഇങ്ങനെയൊക്കെ ഒരു മെസ്സേജ് കാണുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാതൊരു ഒരു സംഘർഷമാണ് അല്ലേ, വല്ലാത്ത ഒരു ടെൻഷനും വീട്ടിലെ മൊത്തത്തിലേ ഉള്ള സമാധാനം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും. അച്ഛനും അമ്മയ്ക്കും പരസ്പരം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം?